1977 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്ക് കിട്ടിയത് 0 സീറ്റായിരുന്നു. 0. ഇപ്പൊ 1 സീറ്റ് ഉണ്ട്. അന്ന് അതും ഉണ്ടായിരുന്നില്ല. 0 സീറ്റ്. ഇടതുപക്ഷത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് കണക്ക് കൂട്ടിയവരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് 3 വർഷം തികയുന്നതിന് മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവിന്റെ പേര് EK നായനാർ എന്നായിരുന്നുവെന്ന് ഈ നാട് അഭിമാനത്തോടെ ഓർക്കുന്നുണ്ട്. 80 ആ ഗവൺമെന്റ് 82 പോയി. 82 ഇടതുപക്ഷം തോറ്റു. നല്ല തോൽവി. AK ആന്റണി ആവേശഭരിതനായി. അദ്ദേഹം പറഞ്ഞു, ഇനിയൊരു 100 വർഷത്തേക്ക് കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല. 1982 AK ആന്റണിയുടെ പ്രവചനമായിരുന്നു. എന്നാൽ 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഇടതുപക്ഷത്തിന്റെ കേരള ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയമെന്ന് പലരും വിശേഷിപ്പിക്കുന്ന മഹാവിജയം 87 അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ചലനമറ്റു നിൽക്കുന്നതല്ല രാഷ്ട്രീയം, സമൂഹം, കാലം. അത് മുന്നേറിക്കൊണ്ടേയിരിക്കും. ശരിയായ രാഷ്ട്രീയ നിലപാടുകളോടൊപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടാകെ അണിനിരക്കും. രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ജനങ്ങളും തെറ്റു തിരുത്തിക്കൊണ്ടാണ് മുൻപോട്ട് പോകുക. അത് സാർവദേശീയമായ ഒരു പ്രതിഭാസമാണ്. പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ നമ്മളെല്ലാം എല്ലായ്പ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷമെന്നാൽ അണുമാത്ര പോലും പിശക് പറ്റാത്തവരായി ഈ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കണം എന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. അതാണ്. വലതുപക്ഷത്തിന്റെ കാര്യത്തിൽ കുറച്ച് പ്രിവിലേജ് ഉണ്ട്. അപ്പൊ അവരങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. അതാണ്. ഇപ്പൊ വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതരെ വീട് നൽകി സഹായിക്കുമെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ച് അത് മോഷ്ടിച്ചതിനെ കുറിച്ച് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. പക്ഷെ അതൊരു വലിയ പ്രശ്നമായി നമ്മുടെ സമൂഹം കണക്കാക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കളവ് അനുവദനീയമായൊരു കാര്യമാണ്. അവരെങ്ങനെ ചെയ്താലും നമ്മുടെ സമൂഹം അവരോട് പുറത്തു കൊടുക്കും. എന്നാൽ ഒരു പൈസയുടെയെങ്കിലും ഒരു ക്രമക്കേട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ കഠിനമായി നമ്മളെ ശിക്ഷിക്കും. അതാണ് കേരള രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. നിങ്ങൾ നോക്കൂ, മൺമറഞ്ഞു പോയ കോൺഗ്രസിന്റെ കേരളത്തിലെ എക്കാലത്തെയും തലയെടുപ്പുള്ള നേതാവ് ശ്രീ K കരുണാകരൻ, അദ്ദേഹത്തിന്റെ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ ഇതിനോടകം 4 തവണ പണം പിരിച്ചു. 4 തവണ പണം പിരിച്ചു. ഒരു ചെറിയ കല്ലുപോലും അവിടെ വെച്ചിട്ടില്ല. 5-ാം തവണ പണം പിരിക്കാൻ പോവുകയാണ്. ഇപ്പോ 5-ാം തവണയും പണം പിരിക്കും. ജനങ്ങൾ പൈസ കൊടുക്കും. ഈ കൊടുക്കുന്ന ജനങ്ങൾക്കറിയാം ഈ പൈസ മോട്ടിക്കും. അത് അറിഞ്ഞോട്ട് കൊടുക്കുകയാണ്. 6-ാം തവണ ഇനിയും പിരിക്കാൻ വരും എന്നവർക്കറിയാം. പക്ഷെ അത് കോൺഗ്രസിന് അനുവദനീയമാണ്. വയനാട് മുണ്ടക്കൈയിൽ ദുരന്ത ബാധിതരെ വീട് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പണം പിരിച്ചതിനെ കുറിച്ച് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഒരു തറക്കല്ലിടൽ നാടകം നടത്തിയതിനെ കുറിച്ച് ഈ സമൂഹത്തിൽ ചർച്ച നടക്കുമ്പോ കോൺഗ്രസിന്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം ഇനി അധികം പറയാനൊന്നും പോണ്ട. എന്തുകൊണ്ടാണ്? ഇത് സമൂഹത്തിന് അറിയാം. ഞങ്ങൾ വീട് വെച്ചു കൊടുത്തില്ല എന്ന് നിങ്ങൾ പ്രസംഗിക്കുമ്പോ ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അവര് പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ ഒരു തറക്കല്ലിട്ടു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തറക്കല്ലെങ്കിലും ഞങ്ങൾ ഇടുന്നത്. അപ്പൊ അത് ഒരു പുതിയ കാര്യമാണ്. സാധാരണ ഞങ്ങൾ തറക്കല്ലേ ഇടാറില്ല. അതാണ് നമ്മുടെ സമൂഹം. പക്ഷെ ഇടതുപക്ഷത്തോ ഒരു കടുകുമണിയോളം പോലും തെറ്റ് ഇടതുപക്ഷത്തുണ്ടാവരുത് എന്ന് സമൂഹത്തിന് നിർബന്ധമാണ്. അങ്ങനെ ഉണ്ടായാൽ അത് പൊറുക്കില്ല. അത് പൊറുക്കില്ല. അതിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യവുമില്ല. നിരാശപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? കോൺഗ്രസ്സുകാരെ നോക്കൂ. ഈ തീവട്ടിക്കൊള്ള മുഴുവൻ നടത്തിയിട്ടും അവർ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിന്റെ പേരിൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ലോകൈക കള്ളന്മാരായിട്ടും ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നു.
അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല. കാരണം എന്താണ്? അവരല്ല നമ്മൾ എന്നതാണ് അതിന്റെ വ്യത്യാസം. അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇടതുപക്ഷമെന്നാൽ ഒരു നേരിയ തെറ്റിന്റെ പോറൽ പോലും ഏൽക്കാതെ ഈ സമൂഹത്തിൽ നിൽക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇടതുപക്ഷത്തിൽ അവരർപ്പിച്ച വിശ്വാസമാണ്, പ്രതീക്ഷയാണ്. അതിനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക, അത്രയേ ഉള്ളൂ. അതല്ലാതെ അവരങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മൾ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് സമൂഹം ഒന്നടങ്കം നമ്മുടെ പിന്നിൽ അണിനിരക്കുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയം നേരത്തെ ഞാൻ പറഞ്ഞ ഘടകങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ശരിയായ സ്വയം വിമർശനത്തിന് നമ്മളും വിധേയമാക്കും. ഇത്തരത്തിൽ ചരിത്രത്തിൽ ഒരു കാലത്തും മാഞ്ഞുപോകാത്ത മഹാവികസനങ്ങളുടെ തുടർക്കഥകൾക്ക് നാം നേതൃത്വം കൊടുത്തിട്ടും ക്ഷേമ പദ്ധതികളെല്ലാം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി ജനങ്ങൾക്ക് എത്തിച്ചു നൽകിയിട്ടും ആശുപത്രികളുടെയും പള്ളിക്കൂടങ്ങളുടെയും ഉൾപ്പെടെയുള്ള ജനങ്ങളെ നേരിട്ട് തന്നെ ബാധിക്കുന്ന മേഖലകളിലെല്ലാം ലോകോത്തരമായി നാം ഉയർന്നു നിന്നിട്ടും നാം പരാജയപ്പെട്ടു പോയത് എന്തുകൊണ്ട് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയും ഈ മഹത്തായ വിജയഗാഥകൾക്കിടയിൽ എവിടെയെങ്കിലും ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ടോ, നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യങ്ങളിൽ എവിടെയെങ്കിലും വിപരീതമായ ഫലം ഉണ്ടായിപ്പോയോ എന്ന് പരിശോധിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇടതുപക്ഷം. അത്തരം പരിശോധനകളിലൂടെ നേരിയ പിശകുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതും പരിഹരിച്ച് കൂടുതൽ കരുത്തോടെ ഈ നാടിന്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്വന്തമെന്ന വാക്കുമറന്ന് നാം മുൻപോട്ട് പോകും. ഒരു സംശയവും വേണ്ട. ഒരു തെരഞ്ഞെടുപ്പ് പരാജയവും നമ്മൾ നിരാശപ്പെടുത്തില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ടിപ്പോ ഒരു മാസവും 10-12 ദിവസവുമായി. മെയ് 18 തോന്നുന്നു, അല്ലെ? മെയ് 18 വരുന്നത്. മെയ് 18. ഒരു ഗവൺമെന്റിനെ വിലയിരുത്താൻ ഈ സമയം പോരാ. നമ്മൾ എതിർക്കുന്ന വിഭാഗമാണെന്നതുകൊണ്ട് ഞാൻ അവരെ ഈ ഘട്ടത്തിൽ ആക്ഷേപിക്കാനോ ഒന്നും മെനക്കെടുന്നില്ല. എന്തുകൊണ്ടാണ്? ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നതേ ഉള്ളൂ, ഭരിക്കട്ടെ. വിലയിരുത്താനുള്ള സമയമായിട്ടില്ല. പക്ഷേ പുതിയ സർക്കാരിന്റെ ദിശ മനസ്സിലാക്കാൻ, ഈ സർക്കാർ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ യാത്രയുടെ അവസാനം വരെ കാത്തിരിക്കണ്ട. എങ്ങോട്ടാണ് തിരിച്ചിട്ടിരിക്കുന്നത് വാഹനം നോക്കിയാൽ മതി. ആ സൂചന പക്ഷേ ഒട്ടും ശുഭകരമല്ല. കേരളത്തിലെ UDF വോട്ട് ചെയ്ത മഹാഭൂരിപക്ഷം വരുന്നവരെ പോലും നിരാശയിൽ ആഴ്ത്തുന്ന നിലയിലാണ് ഈ സർക്കാരിന്റെ ആദ്യ സൂചനകൾ. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം നേരത്തെ അരക്ഷിതാവസ്ഥയുടേതാണ്, വിദ്വേഷത്തിൻ്റെതാണ്. SIR-ഉം CAA-എല്ലാം ഭാവിയിൽ അനഭിമതരെ രാജ്യത്തിന്റെ പുറത്തേക്ക് ആട്ടിയോടിക്കുന്ന വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തുന്ന സംഘപരിവാരത്തിന്റെ ഗൂഢ അജണ്ടകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനോട് പൊരുതി നിന്ന നാടാണ് ഈ കേരളം. സംഘപരിവാർ ഫാസിസത്തോട്, കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തോട് ഇഞ്ചോടിഞ്ച് പൊരുതി നിന്ന ഇന്ത്യയിലെ പ്രതിരോധത്തിന്റെ വൻമതിലായിരുന്നു ഈ കേരളം. പക്ഷെ പുതിയ സർക്കാർ വന്നപ്പോഴോ സത്യപ്രതിജ്ഞ ചെയ്ത ആ നിമിഷം മുതൽ മാറ്റത്തിന്റെ കാറ്റ് വീശി. എന്തു മാറ്റം? വന്ദേ മാതരം പൂർണ്ണതോതിൽ ആലപിക്കപ്പെട്ടു. വന്ദേ മാതരത്തോട് ആർക്കും വിരോധമില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, ഇന്ത്യയുടെ സാഹിത്യ ചരിത്രത്തിൽ വന്ദേ മാതരത്തിന് ഒരു ഇടമുണ്ട്. എന്നാൽ വന്ദേ മാതരത്തിലെ ചില വരികൾ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുന്നതല്ല എന്ന വിലയിരുത്തലിന്റെ ഭാഗമായി രാഷ്ട്രശില്പികളായ ഇന്ത്യയുടെ മഹാനേതൃത്വം ഭരണഘടനാ നിർമ്മാണ വേളയുടെയൊക്കെ സന്ദർഭത്തിൽ തന്നെ ഒരു പൊതു തീരുമാനത്തിലെത്തി. വന്ദേ മാതരത്തിന്റെ ആദ്യ വരികൾ ദേശീയ ഗീതമായി നിലനിർത്താം, അത് മതി. മുഴുവൻ വേണ്ട, ആദ്യ വരി മതി. അതാണ് തീരുമാനം, ഇന്ത്യയുടെ തീരുമാനം. ഇപ്പോ RSS തീരുമാനിച്ചിരിക്കുന്നു, അതുപോരാ, മുഴുവൻ ചൊല്ലണം. അത് RSSന്റെ തീരുമാനമാണ്, മുഴുവൻ ചൊല്ലണം. വന്ദേ മാതരവും ജയ് ശ്രീറാം എന്ന വാക്കും ഇന്നത്തെ ഇന്ത്യയിൽ RSS
തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നേർക്ക് പുറപ്പെടുവിക്കുന്ന ഒരു മരണ വാറണ്ടായി മാറി. അതാണ് യാഥാർത്ഥ്യം. കൊല്ലാനുള്ള ഒരു ആയുധമായി ഇപ്പോ വന്ദേ മാതരത്തെ RSS ഉപയോഗിക്കുകയാണ്. ഗുജറാത്തിലെ വംശഹത്യയുടെ നാളിൽ കൊല്ലപ്പെട്ട ഇസാൻ ജാഫറിയുടെ അനുഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു, വയോധികനായ കവിയായ ഇസാൻ ജാഫറി. അദ്ദേഹത്തെ കൊല്ലാൻ പാഞ്ഞെടുത്ത വർഗീയവാദികൾ ആജ്ഞാപിച്ചത് ഈ വന്ദേ മാതരം ചൊല്ലാനാണ്. വന്ദേ മാതരം ചൊല്ലണം. അദ്ദേഹം വഴങ്ങിയില്ല. ഓരോരുത്തരുടെയും നിലപാടാണ്. അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് പുറം ലോകത്തെത്തിയ വസ്തുതാന്വേഷണ സംഘം പുറത്തുവിട്ട വിവരം ഹൃദയഭേദകമാണ്. ആ വന്ധ്യവയോധികനെ നഗ്നനാക്കി നടത്തിക്കൊണ്ടുവന്ന് വന്ദേ മാതരം ചൊല്ലാൻ ആജ്ഞാപിച്ച് വഴങ്ങാതെ നിന്നപ്പോൾ ആദ്യം വിരലുകൾ മുറിച്ചു കളഞ്ഞു, പിന്നെ കൈ വെട്ടിമാറ്റി, കാല് വെട്ടിമാറ്റി, ആളുന്ന അഗ്നിയിലേക്ക് ആ ശരീരം എടുത്തെറിഞ്ഞ് ചുട്ടുകരിച്ചു. അതാണ് വർത്തമാനകാല ഇന്ത്യൻ പരിസരത്ത് RSS വന്ദേ മാതരത്തെ മനുഷ്യനെ കൊല്ലാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. അപ്പോഴാണ് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം പൂർണ്ണതോതിൽ മുഴങ്ങി. മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞില്ല. ശരി, ആവട്ടെ. പക്ഷെ ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ ലോക്ഭവനെ പ്രതിഷേധം അറിയിക്കണ്ടേ? പ്രതിഷേധം അറിയിക്കാൻ ആർജവമില്ലെങ്കിൽ അസംതൃപ്തി അറിയിക്കണ്ടേ? അറിയിച്ചോ? ഉടനെ RSSന്റെ മുഖപത്രം ഓർഗനൈസർ കേരളത്തിലെ UDF ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ലേഖനമെഴുതി, മുഖപ്രസംഗം എഴുതി. സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മണിക്കൂറിൽ ഒരു BJP ഇതര ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ഓർഗനൈസറിൽ ലേഖനം വരുന്നത് ആദ്യമാണ്. ആദ്യം RSSന്റെ അഭിനന്ദനം. അവിടെ അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രി തന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത രത്തൻ കേൽക്കർ ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു പദവിയിൽ ഉണ്ടാവും, ആ കാര്യം ഉറപ്പ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവണോ? അതാണ് ചോദ്യം. ഈ പേര് നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴാണ് കേട്ടത്? സംഘപരിവാരത്തിന്റെ ഇഷ്ടക്കാരനായ പ്രിയപ്പെട്ടവനായ രത്തൻ കേൽക്കർ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിതരണം ചെയ്ത സർക്കുലറിൽ BJP കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സീൽ പതിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിനെ BJPയുടെ ഓഫീസാക്കി മാറ്റിയ സംഘപരിവാരത്തിന്റെ വിനീത വിധേയൻ. അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് നിഷ്കളങ്കമല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. നിയമസഭയിൽ മുഴങ്ങിയ നയപ്രഖ്യാപന പ്രസംഗം, ഈ UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം, കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് വിമർശനം പോലുമില്ല, ഒരക്ഷരമില്ല. 10 കൊല്ലത്തിനു ശേഷം ആദ്യമായി കേന്ദ്ര സർക്കാരിനെതിരെ, കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ, സാമ്പത്തികമായി ഞെരുക്കാൻ, കേരളീയരെ രണ്ടാം തരം പൗരന്മാരാക്കി കണക്കാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ദുർബലമായ വാക്കുകൊണ്ടുപോലും പ്രതിരോധം തീർക്കാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തയ്യാറായില്ല. ഒരു ദശാബ്ദത്തിനു ശേഷം കേന്ദ്ര വിമർശനമില്ലാത്ത നയപ്രഖ്യാപനം കേട്ട ഉടനെ BJP സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതികരണം വന്നു. ഇത് ഞങ്ങളുടെ പ്രകടന പത്രിക പകർത്തി വെച്ചിരിക്കുന്നതാണ്, ഇത് ഞങ്ങളുടെ നയപ്രഖ്യാപനമാണ്, ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾ പിന്തുണയ്ക്കും. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ? BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് BJPയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു, അറിയിച്ചു. കേരളത്തിൽ ആദ്യത്തെ അനുഭവമല്ലേ? NDAയുടെ കൺവീനർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പൂച്ചെണ്ടു കൊടുത്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഓർഗനൈസറിൽ RSSന്റെ മുഖപത്രത്തിൽ കേരളത്തിലെ UDF ഗവൺമെന്റിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള ലേഖനം. നയപ്രഖ്യാപനം ഞങ്ങളുടേത് കൂടിയാണ് എന്ന BJPയുടെ പ്രസ്താവന, BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പിന്തുണ. ഇതാണ് ഈ കേരളം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഓരോ ദിവസവും ജനവിരുദ്ധമായ തീരുമാനങ്ങളും, ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ വഞ്ചനാപരമായ നിലപാടും
അത് സംബന്ധിച്ച വാർത്തകളെല്ലാം വരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടന്നു പോകുന്നില്ല. പക്ഷേ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിപൽക്കരമായ ഒരു സമീപനമാണ്. സംഘപരിവാരവുമായി കൈകോർത്ത് BJPയുടെ B ടീമായി ഈ കേരളത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ സാധാരണ നിലയിലുള്ള ജീവിതം അസാധ്യമാവുന്ന നാടായി കേരളം മാറും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും നമ്മൾ കേൾക്കുന്ന അത്യന്തം അനുചിതമായ വാർത്തകൾ നാളെ ഇവിടേക്കും വരും. ഇത് ഇന്നലെ വരെ കേരളം സ്വീകരിച്ചിരുന്ന നിലപാടുകളെ ഇന്ന് അപ്രസക്തമാക്കി മാറ്റുന്ന ഒന്നായി നമ്മുടെ മുൻപിൽ വരാൻ പോവുകയാണ്. ഈ അപകടത്തെയാണ് ഇപ്പോൾ നേരിടുന്നത്. ഞാൻ ചുരുക്കുകയാണ്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത്. മതനിരപേക്ഷത പോർലേൽക്കാതെ സംരക്ഷിക്കാൻ, മതനിരപേക്ഷത പോർലേൽക്കാതെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ജാതിമത ഭേദമന്യേ തുല്യരായി സമാധാനത്തോടെ, സംതൃപ്തമായി, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്നുകൂടി അർത്ഥമുണ്ട്. അങ്ങനെയല്ല അർത്ഥം, അങ്ങനെ കൂടി അർത്ഥമുണ്ട്. ആ മതനിരപേക്ഷത പോർലേൽക്കാതെ സംരക്ഷിക്കാൻ സംഘപരിവാർ വിദ്വേഷത്തിന്റെ മുൻപിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ് കുനിച്ച് വിനീത വിധേയരായ ഭൃത്യരായിരിക്കുന്ന കേരളത്തിലെ UDFന്റെ ജനവിരുദ്ധതയെ തുറന്നു കാണിക്കാൻ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ, നമ്മുടെ നാടിന്റെ യൗവനം കൂടുതൽ ഊർജ്ജസ്വലമായി സമരരംഗത്തിറങ്ങേണ്ട നാളുകളാണ് വരാൻ പോകുന്നതെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോഴുള്ളത്.